ഹലോ എവ്രി വൺ, എല്ലാ വർഷവും 6 മാർക്കിന് ചോദിക്കുന്ന എഡിറ്റ് ദ പാസേജ് അല്ലെങ്കിൽ എഡിറ്റ് ദി എറേഴ്സ് അല്ലെങ്കിൽ ഫിൽ ദ ബ്ലാങ്ക്സ് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് 6 മാർക്കാണ് ടോട്ടൽ വരിക, 2 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് പഠിക്കാം. ബേസിക് ഗ്രാമറാണ്. കുറച്ച് 5 മിനിറ്റ് നിങ്ങൾ എൻ്റെ തിയറി കേട്ടാൽ 5 മിനിറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്താൽ എല്ലാം പഠിച്ചു തീർക്കാൻ പറ്റും. ഗ്രാമറിന് ആവശ്യമുള്ളത്. ഓക്കെ, അപ്പോൾ വാച്ച് ചെയ്യുക, ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യുക. വേറെ ഏതെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തൊക്കെ കിട്ടുന്നത്. ജോയിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ആണ്. ഇപ്പോൾ ഫീസ് കുറവുണ്ട്, താഴെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻറ്റ് എപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട് സിംഗുലർ സബ്ജക്റ്റ്, സിംഗുലർ. അപ്പോൾ ചൈൽഡ്, മോമെൻറ്റ്, അതൊക്കെ സിംഗിളാണ് കേട്ടോ. നോർമൽ ഡേ സിംഗുലർ വേർബ് നിങ്ങൾ പഠിക്കേണ്ട. വേർബിലേക്ക് വരുമ്പോൾ പ്ലൂരൽ എന്ന് ആലോചിച്ചാൽ മതി. വെർബ് പ്ലൂറൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ചൈൽഡ് സിംഗിളാണ്. പ്ലൂറൽ ആസ്ക്സ് എന്ന് പറയുമ്പോൾ എസ് വരുമ്പോൾ പ്ലൂറൽ എന്നാണ് നമ്മൾ കരുതുക. സിംഗുലർ വേർബാണ് ശരിക്കും, നമ്മൾ പ്ലൂറൽ അങ്ങ് വിളിക്കുന്നു, പണി സിമ്പിളാക്കാൻ. ഇവിടെ നോക്കിയേ, ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ പ്ലൂറലാണ്, അപ്പോൾ സിംഗുലർ. ഓക്കെ, മോമെൻ്റ് എന്താണ്? മോമെൻ്റ് ഒരു നിമിഷം, സിംഗുലറാണ്, ഇത് പ്ലൂറൽ. മോമെൻറ്റ്സ് പ്ലൂറലാണ്, ഇത് സിംഗുലർ. പക്ഷേ ഐ ആൻഡ് യു വരുമ്പോൾ എക്സെപ്ഷൻ ഉണ്ട് കേട്ടോ. ഐ ഇസ്, ഐ ആർ, ഐ യു ഒന്നും ഇല്ല. അപ്പം എന്താ? ഐ ആം, യു സിംഗുലർ ആണ്, അപ്പോൾ ഇത് പ്ലൂറൽ. യു ആർ, ഐ ഹാവ്, യു ഹാവ് എന്നൊക്കെ വരും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ബേസിക്സ് ആണ്, നിങ്ങൾ പറയുമ്പോൾ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ശ്രദ്ധിക്കേണ്ട എത്രേ ഉള്ളൂ. അയ്യോ ദേവി അറിയോ? അയ്യോ ദേവി എന്ന് ആലോചിക്കുക. അപ്പോൾ ഐ യു ദേവി, അവരൊക്കെ എന്താണ്? അവർ പ്ലൂറൽ പോലെയായിട്ട് കരുതേണ്ടത്. ഓക്കെ, ഐയും യുവും ദേയും വി ഒക്കെ പ്ലൂറലാണ്. എന്നിട്ട് ഞാനും നീയും സിംഗുലർ ആണെങ്കിൽ പ്ലൂറൽ പോലെ കരുതാം. അപ്പോൾ ഇവരൊക്കെ പ്ലൂറലാണ്. നോക്കിയാൽ സിങ്, വാക്ക്, പ്ലേ, ഇവരൊക്കെ സിംഗുലർ അല്ല കണ്ടോ. അതേപോലെ ഹീ ഷീറ്റ് നാളേക്ക്. ഓക്കെ, ഹീ ഷീറ്റ് എന്താണ്? വാക്സ്, സിങ്സ്, പ്ലേസ്, നീഡ്സ്, കൺസിസ്റ്റ്, എസ് ഇടും. ഓക്കെ, അയ്യോ ദേവി വാക്ക്, സിങ്. ഹീ ഷീറ്റ് വാക്സ്, സിങ്സ്. ഓക്കെ, അത് ഓർത്ത് വെക്കുക. അതാണ് ബേസിക് സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻറ്റ്. പിന്നെ മക്കളെ, എവിടെയെങ്കിലും നിങ്ങൾ കംപ്ലീറ്റിംഗ് ദ ഫോളോയിങ്, ചിലപ്പോൾ നിങ്ങളുടെ കോൺവെർസേഷൻ ഫില്ലിംഗ് ആയിരിക്കോട്ടെ. ഹാഡ് ബെറ്റർ വന്നാൽ ഒന്ന് നോട്ട് ചെയ്യാം. ഹാഡ് ബെറ്റർ വന്നാൽ V1 ഫോം, ഹാഡ് ബെറ്റർ വന്നാൽ V1 ഫോം. നമ്മൾ V3 ഫോം ഉപയോഗിക്കാൻ പോകരുത്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ല, V1 ഫോം ഉപയോഗിക്കുക. ഹാഡ് ബെറ്റർ വന്നാൽ V1 ഫോം, അതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, പിന്നെ ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വരുമ്പോൾ എ ആണോ, ആൻ ആണോ, ദ ആണോ ഫിൽ ചെയ്യേണ്ടതെന്ന്. ഓക്കെ, എ എപ്പോഴും ഉപയോഗിക്കുക നമ്മൾ കോൺസണൻസ് വരുമ്പോൾ. എന്താണ് ഈ കോൺസണൻസും വവൽസും മക്കളെ? ഇവിടെ എ, ഇ, ഐ, ഒ, യു ഇവരാണ് വവൽസ്. വവൽസിന് മുൻപ് എന്താ വരിക? ആനാ വരിക. കോൺസണൻസ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ. ഓക്കെ, ഇപ്പോൾ ബി, സി, ഡി, എഫ് ഇങ്ങനെ പോയി ഇവർ കോൺസണൻസ് എന്ന് പറയും. കോൺസണൻസ് മുമ്പ്. ഓക്കെ, എ ആണ് വരിക. ദി എന്ന് പറയുമ്പോൾ, ദ എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ കേസ് ഉണ്ട്. എപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞുതരാം. മക്കളെ, ഇവിടെ എ, ഇ, ഐ, ഒ, യുവിൻ്റെ മുൻപ് മാത്രമല്ല വവൽസ് വരിക. നിങ്ങൾ ആലോചിക്കണം, ഇത്രയുള്ള സംഭവം മക്കളെ. ബേർഡനിൽ ഫസ്റ്റ് സൗണ്ട് എന്താ? ബ. അത് കോൺസണന്റ് സൗണ്ടാണ്. ചൈൽഡ്, ചൈൽഡ്. സാർ യൂണിവേഴ്സിറ്റിയിൽ യു അല്ലേ, അപ്പം വവലല്ലേ, അപ്പം എന്താണ് ആൻ അല്ലേ വരെ? അല്ല. ബട്ട് യൂണിവേഴ്സിറ്റി നമ്മൾ വായം കൊണ്ട് പറയുമ്പോൾ യൂണിവേഴ്സിറ്റി എന്നല്ലല്ലോ, ഊ അല്ലല്ലോ വരുന്നത്, യു അല്ലേ. യൂണിവേഴ്സിറ്റി എന്നല്ല നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നത്. ഓക്കെ, യൂണിവേഴ്സിറ്റി എന്നല്ല പ്രൊണൗൺസ്, യാ വെച്ചിട്ടല്ലേ തുടങ്ങുന്നത്. അപ്പോൾ യാ സൗണ്ട് വരുമ്പോൾ എ. ഓക്കെ, യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന പോലെ അംബ്രല്ല ആവുമ്പോൾ ആൻ അംബ്രല്ല. കാരണം എന്താണ്? ആ സൗണ്ട് വെച്ച് തുടങ്ങുന്നത്, വവൽ സൗണ്ടാണ്. എടി വവൽ സൗണ്ട് എന്ന് പറയുമ്പോൾ വാ തുറന്നിട്ട് ഐ, ഒ, യു വാ അടയ്ക്കാത്ത സൗണ്ടുകളാണ്. ബി, സി, ഡി, ഇ, എഫ്, ജി എല്ലാത്തിനും വായ അടയ്ക്കുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി എയും പിന്നെ വായ അടയ്ക്കാത്ത, ഫോർ എക്സാമ്പിൾ എ അംബ്രല്ല എന്ന് പറയുമ്പോൾ എന്താ? എ അംബ്രല്ല, വായ അടയ്ക്കുന്നില്ല അതിൻ്റെ ഇടയ്ക്ക്. അത് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്നിടുന്നത്, ആൻ അംബ്രല്ല. മനസ്സിലായോ? ഓക്കെ, എ എന്താണ്? ഒരു എ വെച്ചിട്ട് എ ആൻഡ് എന്ന് പറയില്ല, എ ആൻഡ് വാടിന് ആൻ ആൻഡ്. ഓക്കെ, അപ്പോൾ എ എലിഫൻറ്റ് സുഖമല്ലോ, ആൻ എലിഫൻറ്റ്, ആൻ ആൻഡ്. ഓക്കെ, ആൻ ആർ. സാർ ഇത് ഹവർ അല്ലേ? ഹവർ അല്ല, ഇതെന്താണ്? ആർ. നീ 6 ലെറ്റർ ഇങ്ങനെ പ്രൊണൗൺസ് ചെയ്യുക. അതുപോലെ ആൻ ആർ. ഹൗ മെനി hours has it been? 4 hours. അങ്ങനെ പറയാം. അപ്പം ആർ എന്നല്ലേ പറയുന്നത്, ആർ. അപ്പം എ സൗണ്ടിൽ ആദ്യം വരുന്നത്, അപ്പം അതുകൊണ്ടാണ് ഏത്. ഹോണസ്റ്റ് അല്ല. ഓക്കെ, ഓണസ്റ്റ്. അപ്പം എച്ച് സൈലന്റ്. അപ്പോൾ അൻ ഓണസ്റ്റ് പേഴ്സൺ. ഓണസ്റ്റ് അല്ല, ആൻ ഓണസ്റ്റ് പേഴ്സൺ. സൗണ്ടാണ് നോക്കുക, ലെറ്റർ അല്ല നോക്കുക കേട്ടോ. ഓക്കെ, ഇനി ദ എപ്പോഴാണ് വരിക?
ദ റിച്ചസ്റ്റ്, നമ്മൾ നേരത്തെ നമുക്കറിയാം ദ റിച്ചസ്റ്റ്, ദ ലക്കിയസ്റ്റ്, ദ സോൾജിയേഴ്സ്. നമ്മൾ പ്രത്യേകം നമുക്ക് നേരത്തെ അറിയുന്ന ഒരാൾ. ഇപ്പോൾ ഞാൻ പറയുകയാണ് ദ എക്സാം, നാളെ നിങ്ങളുടെ ദ എക്സാം, വി ആർ ഗോയിങ് ടു റൈറ്റ് ദി എക്സാം. എക്സാം അല്ല, ഏതെങ്കിലും എക്സാം അല്ല, നമുക്ക് അറിയുന്ന എക്സാമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ എവിടെയെങ്കിലും അറിയിച്ചിട്ടുണ്ട്, നമുക്ക് അറിയുന്ന സാധനം മെൻഷൻഡ് ആണെങ്കിൽ നമ്മൾ അങ്ങനെ പറയും. അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റോ അല്ലെങ്കിൽ ഏറ്റവും ടോപ്പോ അല്ലെ ദ ബെസ്റ്റ്, ദ പുവറസ്റ്റ്, ദ റിച്ചസ്റ്റ്, ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയുമ്പോൾ ദ ഉപയോഗിക്കും. ഓക്കെ, ആ സംഭവം മനസ്സിലായി. അപ്പം ആർട്ടിക്കിളും എവിടെ ഉപയോഗിക്കുന്നത് മനസ്സിലായി. പിന്നെ കണക്റ്റേഴ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. ആൻഡ് എപ്പോഴും ഉപയോഗിക്കുക, നമ്മൾ ഒരു സെൻറ്റൻസും മറ്റു സെൻറ്റൻസും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, കൂട്ടി പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ബിക്കോസ് എന്ന് പറയുമ്പോൾ ഒരു സെൻറ്റൻസിൻ്റെ കാരണം പറയുമ്പോൾ, റീസൺ കൊടുക്കുമ്പോൾ. അൺടിൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സമയം വരെ. വെയിറ്റ് ഹിയർ അൺടിൽ ഐ റിട്ടേൺ, ഞാൻ വരുന്നത് വരെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. സോ ദാറ്റ് എന്ന് പറയുന്നത് എന്താണ്, ദേ ടുക്ക് മീ ഇൻസൈഡ് സോ ദാറ്റ്, വീണ്ടും പെർപ്പസ് അല്ലെങ്കിൽ കാരണം കാണിക്കാൻ. ഐദർ ഓർ, ഇതല്ലെങ്കിൽ അത്. നൈദർ ഓർ, ഇതുമല്ല അതുമല്ല. ഓക്കെ, അപ്പം നോട്ട് ദിസ് ആൻഡ് നോട്ട് ദിസ്. ഓക്കെ, അതാണ് മനസ്സിലായി. ഐദർ ഓർ എന്ന് പറഞ്ഞാൽ ചൂസ് ദിസ് ഓർ ദിസ്, ഐദർ ഓർ. ഓക്കെ, അപ്പം ഇതല്ലെങ്കിൽ ഇത്. നൈദർ എന്ന് പറഞ്ഞാൽ ഇതും എടുക്കരുത് ഇതും എടുക്കരുത്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇത് വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. നോക്കിക്കോ, നിങ്ങളുടെ എക്സാമിൽ എല്ലാ വർഷവും വരും 2 ക്വസ്റ്റ്യൻ വരും, എല്ലാ പേപ്പറിലും വരും. അപ്പോൾ നന്നായിട്ട് തന്നെ പഠിക്കാം. അപ്പോൾ ഞാൻ നോട്ട്സിൽ നിങ്ങൾക്ക് കുറേ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വെക്കാം. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ മറക്കരുത്. ആൻസർ ചെയ്യുക. ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും, അത് നിങ്ങൾ ആൻസർ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. കംപ്ലീറ്റ് ദ പാസേജ് ചൂസിങ് ദ റൈറ്റ് വേർഡ്സ് ഇൻ ദ ബ്രാക്കറ്റ്. ഗിവിംഗ് ബർത്ത് ടു എ ചൈൽഡ് ഇസ് ദ ഹാപ്പിയസ്റ്റ് തിങ് ഡാഷ് എവറി മാരീഡ് കപ്പിൾ. നോക്കിയേ, സി ഓൺ ഉണ്ട്, ദ ഉണ്ട്, വിത്തൗട്ട് ഉണ്ട്, ബൈ ഉണ്ട്, എ ഉണ്ട്, ഫോർ ഉണ്ട്. ഓക്കെ, ഹാപ്പിയസ്റ്റ് തിങ് ഓൺ എവറി മാരീഡ് കപ്പിൾ അല്ല, ദ മാരീഡ് കപ്പിൾ അല്ല, വിത്തൗട്ട് എവറി മാരീഡ് കപ്പിൾ അല്ല, ബൈ എവരി അല്ല, അല്ല, ഇന്നല്ല, ഫോർ അവർക്ക് അല്ലേ. ആർക്കാണ് ഹാപ്പിയസ്റ്റ് തിങ്, ആർക്കാണ് എവറി മാരീഡ് കപ്പിൾ. അപ്പോൾ ഫോർ അവർക്ക് എന്ന് പറയുന്നതാണ്, ഫോർ എവറി മാരീഡ് കപ്പിൾ. കഴിഞ്ഞു. വെൻ ഐ വാസ് ബോൺ ഡാഷ് ഐസ് ദ സൊസൈറ്റി സോ മീ ആസ് ദ ഡാഷ് ബർഡൻ. ഓക്കെ, വെൻ ഐ വാസ് ബോൺ ഡാഷ് ഓൺ ഐസ് ആണോ, അല്ല. വെൻ ഐ വാസ് ബോൺ ദി ഐസ് ആണോ, അല്ല. വിത്തൗട്ട് ഐസ്, വിത്തൗട്ട് ഐസ്, കണ്ണുകളില്ലാത്തതുകൊണ്ട് വിത്തൗട്ട് ഐസ്. ഓക്കെ, കണ്ണുകളില്ലാത്തതുകൊണ്ട് സൊസൈറ്റി സോ മീ ആസ് ഡാഷ് ബർഡൻ. ദി ബർഡൻ എന്ന് പറയുമോ, അവനൊരു പ്രശ്നമാണ്, അവനൊരു ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് എല്ലാവർക്കും ഒരു ബാധ്യതയാവും. പക്ഷേ നമുക്കറിയുന്ന ബാധ്യതയാണോ, അറിയില്ല. ഓൺ ബാധ്യത അല്ല, ബൈ അല്ല, ഇന്നല്ല, ഒരു ബാധ്യതയായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു ബാധ്യത, ആസ് എ ബർഡൻ. ബട്ട് മൈ പേരൻസ് ഷവേർഡ് ഡാഷ് മീ വിത്ത് ഇൻറ്റൻറ്റ്. ഷവേർഡ് ഓൺ ആണോ, ഷവേർഡ് ദ മീ ആണോ, അല്ല. ഷവേർഡ് ബൈ, ഷവേർഡ് ഇൻ. ഷവേർഡ് എന്താണ്, ഷവേർഡ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ലാത്ത വാക്കാണ്. ഷവേർഡ് മീ, ഷവേർഡ് ഓൺ, ദ, ബൈ, ഇൻ. ഏതാ വരെ ആലോചിച്ച് നോക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഷവേർഡ് മീ വിത്ത് ഇമ്മൻസ് ലെവൻ കെയർ ആണെങ്കിൽ വിത്ത് ഇവിടെ മതിയായിരുന്നു, പക്ഷെ അവിടെ നമുക്ക് ഇടാൻ പറ്റില്ല, ഇവിടെ തന്നെ ഇടണം. അപ്പം ഷവേർഡ് നമ്മുടെ ഉള്ളിൽ ഷവർ ചെയ്യാൻ പറ്റുമോ, നമ്മുടെ മേത്ത് ഷവർ ചെയ്യാൻ പറ്റുമോ, ഏതാണ് ഷവർ? അങ്ങനെയല്ല, ഷവേർഡ് ഓൺ മീ ആണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഡൗട്ട് ഉണ്ട്, ഓൺ ഒരു സംശയമുണ്ട് സാർ, എനിക്കൊരു സംശയമുണ്ട്, അവിടെ ബ്ലാങ്ക് ആയിട്ട് ഇവിടെ അടുത്ത നമുക്ക് എലിമിനേഷൻ ഉപയോഗിക്കാമല്ലോ. ദേ ഫെൽ ദേ വർ ദ റിച്ചസ്റ്റ് കപ്പിൾ ഡാഷ് ദ വേൾഡ്. ബൈ ദ വേൾഡ് അല്ല, ഇൻ ദ വേൾഡ്. ഓക്കെ, വേൾഡിൻ്റെ ഉള്ളിൽ, ഓൺ ദ വേൾഡ് എന്ന് പറയില്ല കേട്ടോ. ഓക്കെ, ഇൻ ദ വേൾഡ്. ഓക്കെ, ആൻഡ് ഐ കൺസിഡർ മൈസെൽഫ് ലക്കിയസ്റ്റ് ഏറ്റവും, അപ്പം ഏറ്റവും ടോപ്പിലുള്ള ആളാണ്, അപ്പം ദി ലക്കിയസ്റ്റ് ആണ്. അപ്പോൾ ഒന്നെങ്കിൽ ബൈ അല്ലെങ്കിൽ ഓൺ ആണ് വരിക. നോക്കിയേ, ബട്ട് മൈ പേരൻസ് ഷവേർഡ് ബൈ മീ ഇമ്മൻസ് ലവ് അല്ല, ഓൺ മീ. ഷവേർഡ് ഓൺ മീ ആണ്, ഓൺ വരും. ഓക്കെ, റെഡി. ആൻസർ ചെക്ക് ചെയ്യാം. ഫോർ വിത്തൗട്ട് ഓൺ, ഇൻ, ദ. കറക്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമ്മൾ എഡിറ്റ് ചെയ്യാം. എഡ്യൂക്കേഷൻ എംപവർ എസ് ആണോ? എഡ്യൂക്കേഷൻ സിംഗുലർ ആണ്, അപ്പം എംപവേഴ്സ്. ഓക്കെ, പ്ലൂറൽ വരണം. അസ്. ഓക്കെ, അപ്പം എ കിട്ടി. വി ഡോണ്ട് നീഡഡ് ടു ബി യോ. വി ഡോണ്ട് കഴിഞ്ഞാൽ നീഡ് മതി. ഓക്കെ, ഡോണ്ടിൽ തന്നെ ഓൾറെഡി വി ഡോണ്ട് നീഡ് മതി. ഓക്കെ, വി ഡോണ്ട് നീഡ് ടു ബെഗ് ഫോർ ജോബ്സ് ആഫ്റ്റർ എഡ്യൂക്കേഷൻ. ട്രൈ ടു ഫൈൻഡ് സൊല്യൂഷൻസ്. ഓക്കെ, ട്രൈ ടു ഫൈൻഡ്. ഓക്കെ, എല്ലാം ഇത് എഡ്യൂക്കേഷൻ എംപവേഴ്സ് പ്രസൻറ്റ് ടെൻസ് ആണ്. ഇവിടെയും അപ്പോൾ പ്രസൻറ്റ് ടെൻസ് ആണ്. ട്രൈ ടു ഫൈൻഡ് സൊല്യൂഷൻസ് പ്രസൻറ്റ് ആണ്. ടു സോഷ്യൽ പ്രോബ്ലംസ് ആൻഡ് ക്രിയേറ്റ് ജോബ്സ് ഫോർ യുവർ സെൽഫ്. ഓക്കെ, ഇവിടെ നോക്കിയാൽ ആൻഡ് അതേഴ്സ്. ഓക്കെ, അവിടെ സി എന്താണ് വരിക? ഇവിടെ എന്താ വരിക? ക്രിയേറ്റ് ജോബ്സ് ഫോർ യുവർ സെൽഫ് ആൻഡ് അതേഴ്സ്. സി, നിങ്ങൾക്ക്, നീ എന്ന് പറഞ്ഞാൽ യു എന്ന് പറയുന്നത് ഇവിടെ പ്ലൂറലായിട്ട് ഉപയോഗിക്കുന്നത്.
ആൻഡ് അതേഴ്സ് യുവർ സെൽഫ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. യുവർ സെൽഫ് അല്ല, നിനക്കും എല്ലാവർക്കും അല്ല, നിങ്ങൾക്കും എല്ലാവർക്കും എന്ന് ഉദ്ദേശിക്കുക. അത് ബാക്കിയുള്ളവർക്ക്. അപ്പോൾ എന്താണ് യുവർ സെൽഫ്സ് ആൻഡ് അതേഴ്സ് കൺവേർട്ട് ഓൾ പ്രോബ്ലം ഇൻ ടു ഓപ്പർച്യൂണിറ്റി. ഓൾ പ്രോബ്ലം എന്ന് പറയില്ല. ഓക്കെ, എല്ലാം പ്രശ്നമല്ല, ഓരോ പ്രശ്നവും ഓപ്പർച്യൂണിറ്റി ആക്കാൻ. ഓരോ പ്രശ്നം എങ്ങനെ പറയാ? എല്ലാം. ഓൾ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രശ്നവും ഇതാക്കാനല്ല, ഓരോ പ്രശ്നം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. into opportunity, come out with a solution, an invention, an innovation, an enterprise. Okay, became solution providers and social entrepreneurs. See, became അല്ല, became എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ആണ്, become ആണ് ഇവിടെ വരിക. ഓക്കെ, become, BECOME. ഓക്കെ, providers and social entrepreneurs. See, ഇവിടെ ആക്ച്വലി സ്പെല്ലിങ് അവർ തെറ്റ് ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, പക്ഷെ ഇത് കറക്റ്റാണ്. ഓൺടർപ്രന്യോവേഴ്സ്. ഓക്കെ, അപ്പോൾ ഓൺടർപ്രന്യോഴ്സ്. ഓക്കെ, നമ്മുടെ ആൻസറും ചെക്ക് ചെയ്യാം. എംപവേഴ്സ്. ഓക്കെ, നീഡ് പിന്നെന്താണ്? യുവർ സെൽഫ്സ് എവറി ബിക്കം നോ കറക്ഷൻ റിക്വയർഡ്. കറക്റ്റ് സ്പെല്ലിംഗ് ആണ് കൊടുത്തത്. ഓൺടർപ്രന്യോഴ്സ്. ഓ, ഇത് ഓൺട്രപ്രന്യോഴ്സ്. ഓക്കെ, ഞാനും ആദ്യത്തെ പ്രാവശ്യം വായിച്ചപ്പോൾ കറക്റ്റ് സ്പെല്ലിംഗ് ആയിരുന്നു. ഓൺടർപ്രന്യോഴ്സ്. ഇവിടെ ഓൺടർപ്രന്യോഴ്സ് അല്ല, ഓൺട്രപ്രന്യോഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യാം, ചിലപ്പോൾ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ടാകും. ഇവിടെ ഇല്ല കേട്ടോ, ഇവിടെ ഓൺട്രപ്രന്യോഴ്സ് വരിക. ഇനി ഓരോ ടൈമിൽ ഓരോ ക്വസ്റ്റ്യനും കൂടി കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ നോട്ട്സിൽ ഇൻക്ലൂഡ് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാൻ മറക്കണ്ട. While the field study of birds is a peaceful occupation, it is not entirely dash hazards. Okay, അറ്റാണോ, ഫ്രം ആണോ, വിത്ത് ആണോ, ഫോർ ആണോ, ബൈ ആണോ? ബൈ ഹാസേർഡ്സ്. വിത്തൗട്ട് ബുദ്ധിമുട്ടുകളില്ല എന്നല്ല, വിത്തൗട്ട് ബുദ്ധിമുട്ടുകളില്ല എന്നല്ല, അതാണ് വിത്തൗട്ട് ഹാസേർഡ്സ് അല്ല. ഇൻ സൗത്ത് ഇന്ത്യ ഫോർ ഇൻസ്റ്റൻസ്, dash there are elephants. Okay, elephant ridden jungles. Elephant illa jungles. I have frequently found myself in disturbing situations. Okay, in South India for instance, at there adu varilla, from there varilla, with there, for there, where there are എവിടെ അവിടെ എലിഫൻസ് ഉള്ളത് അവിടെ എനിക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, വൈൽഡ് എലിഫൻറ്റ്. ഓക്കെ, വൈൽഡ് എലിഫൻറ്റ് സഡൻലി, അപ്പോൾ നമുക്ക് അതൊന്ന് മാർക്ക് ചെയ്യാം. വേറും കഴിഞ്ഞു. സഡൻലി കെയിം അപ്പോൺ ഡാഷ് ക്ലോസ് ക്വാർട്ടേഴ്സ്, ഫ്രം വിത്ത് ഫോർ. അപ്പോൺ ബൈ ആണോ, എന്താണ് വരിക? ഇനി ഇവിടെ ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇവിടെ ആൻസർ അറിയുന്നവർക്ക് അറിയാം എന്താണ്, ഞാൻ ഇപ്പോൾ പറയുന്നില്ല, അവിടെ എഴുതി വെക്കില്ല. നമുക്ക് എലിമിനേഷൻ ട്രൈ ചെയ്യാം. അപ്പോൾ എപ്പോഴെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ കാലി വിട്, നമുക്ക് എലിമിനേഷൻ ഉപയോഗിക്കാമല്ലോ. ഓക്കെ, ആ സിറ്റുവേഷൻ ഡാഷ് നോ മീൻസ് അൺകോമൺ. സിറ്റുവേഷൻ ഡാഷ്, അപ്പോൾ എന്താണ്? അറ്റാണോ? അല്ല. സിറ്റുവേഷൻ ഫ്രം നോ മീൻസ് അൺകോമൺ, അല്ലെങ്കിൽ വിത്ത് ഫോർ എ ബൈ. ആലോചിച്ചേ, നിങ്ങൾ ഒറ്റയടിക്ക് വെച്ച് സിറ്റുവേഷൻ അറ്റല്ല, അറ്റ് നോ മീൻസ് അല്ല, ഫ്രം നോ മീൻസ് അല്ല, ബൈ നോ മീൻസ് എന്ന് പറഞ്ഞാൽ ഒരു വകയിലും. ഓക്കെ, സിറ്റുവേഷൻ ബൈ നോ മീൻസ് അങ്ങനെ പറയും. അത് നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഈ പാരഗ്രാഫ് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതാണ് ടെക്സ്റ്റ് ബുക്ക് ഒരു പ്രാവശ്യം എപ്പോഴും വായിക്കണം. അപ്പോൾ ഇത് അവിടെ നിന്ന് എടുത്തതായിരിക്കും. ഓക്കെ, ബൈ നോ മീൻസ് ഇസ് അൺകോമൺ ഇൻ ദ പാർട്ട് ഓഫ് കർണാടക ആൻഡ് കേരള. Can be unnerving experience. In fact, there is little danger from a wild elephant unless it happens. With ആണോ, for അല്ല, from ആണ്. ഓക്കെ, from ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് from a wild elephant അതും അണ്ടർലൈൻ ചെയ്യാം. Unless it happens to be a rogue or a female dash a small calf. For അല്ല, by അല്ല, ഇതില്ല, with അല്ലേ, വിത്ത് എ സ്മോൾ കാഫ്. കുട്ടി ഉണ്ടെങ്കിലാണ് പ്രശ്നം. നമ്മുടെ ഈ ബ്രാക്കറ്റിൽ എന്താണ്? ഫോർ. എ വൈൽഡ് എലിഫൻറ്റ് സഡൻലി കെയിം അപ്പോൺ. ഫോർ ക്ലോസ് ക്വാർട്ടേഴ്സ് അല്ല. ഓക്കെ, ബൈ ക്ലോസ് ക്വാർട്ടേഴ്സ് അല്ല. ബൈ നമ്മൾ ഇട്ടു ഓൾറെഡി. അപ്പോൾ എന്താണ്? അറ്റ് വരുള്ളൂ. അറ്റ് ക്ലോസ് ക്വാർട്ടേഴ്സ്. ഓക്കെ, അപ്പോൾ വിത്തൗട്ട് വേറെ അറ്റ് ബൈ. ഓക്കെ, വിത്തൗട്ട് വേറെ അറ്റ് ബൈ, ഫ്രം വിത്ത്. ഓക്കെ, റെഡി. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ കിട്ടി. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഹോംവർക്ക് തരികയാണ്. നിങ്ങളുടെ ഒരു ക്രിസ്മസ് എക്സാമിൽ വീണ്ടും അൺടിൽ, ബിക്കോസ്, നമ്മുടെ കണക്റ്റിംഗ് വേർഡ്സ്, ഐദർ, നൈദർ, ഇതും കൂടി ഞാൻ ചെയ്തുതരാം. ഞാൻ അടുത്ത ഹോംവർക്ക് തരാം. ദ വുമൻ, ഓക്കെ, ബണ്ടിൽ ഇൻ ദ കോർണർ. ഓക്കെ, ഇറ്റ്സ് ട്വിസ്റ്റിംഗ് ആൻഡ് റിഗ്ലിംഗ്. ഡാഷ് ഷീ ഇസ് ഇൻ ഗ്രീഫ്. ഓക്കെ, എന്താണ്? അൺടിൽ ആണോ? അവൾക്ക് ബുദ്ധിമുട്ടാവുന്നവരെയാണോ, അല്ലെങ്കിൽ ബിക്കോസ് ആണോ? കാരണം. ബിക്കോസ്, അതുകൊണ്ടല്ലേ, കാരണം പറയുന്നത്. She looks around for words of consolation,
ഡാഷ് ഫ്രം ഹർ ഹസ്ബൻഡ്. ഓക്കെ, സി ഡാഷ്, അപ്പം ഐദർ ഓർ വരും അല്ലെങ്കിൽ നൈദർ നോർ വരും. ഓക്കെ, ഷീ ലുക്സ് ഫോർ വേർഡ്സ് ഓഫ് കൺസലേഷൻ. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം നൈദർ നോർ എന്ന് പറഞ്ഞാൽ ഇതും അല്ല അതും അല്ല. ഐദർ പറഞ്ഞാൽ ഇയാൾ അല്ലെങ്കിൽ അയാൾ. അപ്പം ഐദർ ഫ്രം ഹർ ഹസ്ബൻഡ് ഓർ ഫ്രം ദ അതർ പാസഞ്ചർ. അപ്പം ബട്ട് ഇൻ വെയിൻ. അപ്പം ഐദർ ഓർ ആണ് വരും. അപ്പം രണ്ടും അല്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്, രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ്? ഷീ റീച്ചസ് എ കൺക്ലൂഷൻ ദാറ്റ് നൈദർ ദ പാസഞ്ചേഴ്സ് നോർ ഹർ ഹസ്ബൻഡ്. നൈദർ നോർ ഐദർ ഓർ വരുമ്പോൾ എന്താണ്? എസ് വരുന്നതല്ല, സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നാലോചിച്ചേ. അവിടെ ഇവർ നൈദർ ദ ഹസ്ബൻഡ് നോർ ഇവരെ നമ്മൾ സിംഗുലർ ആയിട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ പ്ലൂറൽ, അപ്പോൾ അണ്ടർസ്റ്റാൻഡ്സ് എസ് വേണം. ഓക്കെ, അപ്പം നോക്കി ആൻസർ നോക്കിയാൽ മനസ്സിലാവും. ഇൻ നൈദർ നോർ ദ വേർബ് ജനറലി അഗ്രീസ് വിത്ത് എ നിയർ സബ്ജക്ട്. ഓക്കെ, അപ്പം നിയർ സബ്ജക്ട് ഏതാണ്? നിയർ സബ്ജക്ട് ഇസ് ഹർ. ഓക്കെ, ഹർ ഹസ്ബൻഡ്, അത് സിംഗുലർ അല്ലേ, അപ്പം നമ്മുടെ ഇത് പ്ലൂറലായിട്ട് വരും. അപ്പം ദ അതർ പാസഞ്ചേഴ്സ് രണ്ടാമത് വരികയായിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ നോക്കിയേ ഹർ ഹസ്ബൻഡ് ആണ് രണ്ടാമത്തെ നിയറർ സബ്ജക്ട്. അപ്പം ഇവൻ സിംഗുലറാണ്. അപ്പം നൈദർ ഹർ ഹസ്ബൻഡ് നോർ ദി അതർ പാസഞ്ചേഴ്സ് വരികയായിരുന്നെങ്കിൽ അണ്ടർസ്റ്റാൻഡ് വരിക കേട്ടോ, അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അതർ പാസഞ്ചേഴ്സ് പ്ലൂറലാണ്, അപ്പോൾ ഇത് സിംഗുലർ അങ്ങനെ വരും കേട്ടോ. ഇവിടെ അടുത്ത് ഹെർ ഹസ്ബൻഡ് ആയതുകൊണ്ട് ഇവിടെ പ്ലൂറൽ അണ്ടർസ്റ്റാൻഡ്സ് വരും. ഓക്കെ, ഇനി നിങ്ങളിതാ നോട്ട് ഡൗൺലോഡ് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ ഉണ്ട്, അതേപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ഉണ്ട്, വിത്ത് ആൻസേഴ്സ് ഉണ്ട്. അപ്പം ഡൗൺലോഡ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഫുൾ ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ SLC ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യുക. എക്സാമിനറിൻ്റെ അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യു എക്സാം. ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട.